നമുക്കുള്ള വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +2 ഫിസിക്സ് മോഡൽ എക്സാം 2025 എക്സാം കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 14 ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ്, അതായത് സിംപ്ലി പറഞ്ഞ ചാപ്റ്ററിൻ്റെ വെയിറ്റേജിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇനി പബ്ലിക്കിലേക്ക് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്ററിനും എത്രത്തോളം ടൈം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാവുക ആ ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ്, അതായത് എത്രത്തോളം മാർക്കിന് വരുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റും ഇന്നത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതും എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ അവസാനം വരുന്നത് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെ നമുക്ക് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അതൊരു 5 എണ്ണം ഈ ഒരു വിൻഡോയിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിൻ്റെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കൂളോം എസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ 3 മാർക്കിൻ്റെ സെഷനിൽ നമ്മൾ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വന്നു. പിന്നെ 5 മാർക്കിൻ്റെ സെഷനിൽ വന്നിട്ടുണ്ട്. 5 മാർക്കിൻ്റെ സെഷനിൽ ഏതാണ് വന്നത്, ഗോസസ് ലോൻ്റെ ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് 5 മാർക്കിൻ്റെ സെഷനിൽ നമ്മൾ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂളംസിലോ ആ ഒരു കാര്യം ചെറിയൊരു മിസ്റ്റേക്ക് വരികയാണ് മക്കൾ, പെട്ടെന്ന് ചെയ്തുകൊണ്ട് ചെറിയ മിസ്റ്റേക്സുകളുണ്ട്. അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ നോയ്സ് വന്നത് പെട്ടെന്ന് തന്നെ വർക്കിംഗ് സ്പേസിലാണ് ഉണ്ടായിരുന്നത്, പെട്ടെന്ന് ആ സമയത്ത് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ എക്സാമിന് ഇന്നത്തെ എക്സാമിന് വന്നു. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, 9 മാർക്ക്. ഇത് ഓർ ക്വസ്റ്റിനും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ, ഓർ ക്വസ്റ്റിനും കൂടി കൂട്ടിയിട്ടാണ്, ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇന്നത്തെ എക്സാമിന് വന്ന ഓരോ ചാപ്റ്ററിലും ഫുൾ മാർക്കുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 + 3 + 5 ടോട്ടൽ 9 മാർക്കാണ് ഇപ്രാവശ്യത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ സമയം നമ്മൾ സ്കീം ഓഫ് വർക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പഴയ സ്കീം ഓഫ് വർക്കിൽ ഓൾറെഡി ഉള്ളത് 6 ആണ് കേട്ടോ. അതിൽ വെയിറ്റേജ് വരുന്നത് 6 ആണ്. ഇപ്പോൾ നമ്മൾ ഓർ ക്വസ്റ്റ്യൻ കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു വെയിറ്റേജ് വരുന്നത്. അപ്പോൾ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, നോർമലി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ 8 മാർക്കോളം 7-8 മാർക്കോളം വരാമെന്നാണ്. 9 മാർക്ക് ഇന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ട് ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 1 മാർക്കിൻ്റെ സെഷനിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1 മാർക്കിൻ്റെ സെഷൻ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ 10 വോൾട്ടിൻ്റെ അത് വരുന്നത്. പിന്നെ 3 മാർക്കിൻ്റെ സെഷനിലും ആര് വന്നിട്ടുണ്ട്, നമ്മളെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ സെഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 3 മാർക്കിൻ്റെ സെഷനിൽ കപ്പാസിറ്ററിൻ്റെ ഭാഗമല്ലേ, ഒറ്റ മിനിറ്റ്. ഓക്കെ, യെസ്, കപ്പാസിറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നത് 4 മാർക്കിൻ്റെ സെഷനിലും അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ പ്രൂഫ് തന്നെ കാണിക്കുകയാണ്. 4 മാർക്കിൻ്റെ സെഷനിൽ കപ്പാസിറ്ററും ഏത് കോൺസെപ്റ്റാണ് വന്നത്, 4 മാർക്കിൻ്റെ സെഷനിൽ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി, ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് എ പോയിന്റ് ചാർജ് വരയ്ക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് വന്നതാണ്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക്, 8 മാർക്ക്. കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. 8 മാർക്ക്. സ്കീം ഓഫ് വർക്കിലുള്ളത് 6 മാർക്കാണ്. ഓക്കെ, ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ, അതൊക്കെ ഓൾറെഡി പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരും, റാഷണലൈസ്ഡ് ടോപ്പിക്കിനനുസരിച്ച് അങ്ങോട്ടേക്ക് വേരിയേഷൻസ് വരാമെന്ന് നോർമലി ആ ഒരു സൈറ്റിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 1 മാർക്കിൻ്റെ സെഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. 2 മാർക്കിൻ്റെ സെഷനിലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ഓർ മാംഗാനിൻ ഒരു കേസ്, അലോയിൻ്റെ കേസൊക്കെ അവിടെ പറ്റും കേട്ടോ, ആ കേസ്. പിന്നെ വന്നത് 4 മാർക്കിൻ്റെ സെഷൻ, സ്ഥിരം ക്വസ്റ്റ്യൻ അല്ല, 4 മാർക്കിൻ്റെ സെഷനിൽ ഞാൻ ഇപ്രാവശ്യം വരാം അടുത്ത. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു രീതിയിൽ പഠിക്കണം. പ്രീവിയസ് പഠിച്ച് അതന്നെ വന്നു എന്ന് വെച്ചത് വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെ വരും, എങ്ങനെ വരും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റേജും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ടോട്ടൽ 6 മാർക്കാണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ വെയിറ്റേജ് 5 മാർക്കാണ്. 6 മാർക്കാണ് ഓർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് പോവുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ സെഷനിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആംബിയർ സർക്യൂട്ടൽ ലോൻ്റെ ആ ഒരു കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 5 മാർക്കിൻ്റെ സെഷനിലും ആര് വന്നിട്ടുണ്ടായിരുന്നു, മൂവിങ് ചാർജസിൽ വന്നു. അതാണ് MCGയുടെ ആ ഒരു ഭാഗം. അങ്ങനെ ഈ 2 ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. 8 മാർക്കാണ് വന്നത്. നോർമലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു വെയിറ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. 5 മാർക്കാണ് സ്കീം ഓഫ് വർക്കിൽ നോർമലി ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 2 മാർക്കിൻ്റെ സെഷനിൽ വന്നു, നമ്മളെ സസെപ്റ്റിബിലിറ്റി പെർമിയബിലിറ്റിയുമായി ബന്ധപ്പെട്ട്. പിന്നെ 3 മാർക്കിൻ്റെ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 മാർക്കിനാണ് സസെപ്റ്റിബിലിറ്റി പെർമിയബിലിറ്റി ആ ഒരു ഭാഗം 3 മാർക്കാണ്. പിന്നെ 2 മാർക്കിന് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് വന്നത്.
ഓക്കെ, അങ്ങനെ ടോട്ടൽ 5 മാർക്ക് ആ ഒരു ചാപ്റ്റർ എന്ന് വന്നടാ. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് സപ്പോർട്ട് ആക്കണം മക്കളെ. ഓക്കെ, അതുപോലെ സജഷൻസ് പ്രീവിയസ് നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രീ ആണെന്നനുസരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്ത് തരാടാ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ നമുക്ക് വെയിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റിയ മാർക്ക് 3 മാർക്കാണ്. ഇതാണ് ഫസ്റ്റ് 5 ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വേണം സ്ക്രീൻഷോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചോട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള നെക്സ്റ്റ് 5 ചാപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മുതൽ വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ചാപ്റ്ററിൽ ഇന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഇത് +2 ഫിസിക്സ് മോഡൽ എക്സാം 2025 വന്നിട്ടുണ്ടായിരുന്ന വെയിറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത കേസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, 6th ചാപ്റ്റർ, 7th ചാപ്റ്റർ, 8th ചാപ്റ്റർ, 9th ചാപ്റ്റർ ആൻഡ് ഫൈനലി 10th ചാപ്റ്ററാ. ഓക്കെ, 6ാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് 1 മാർക്കിൻ്റെ സെഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 1 മാർക്കിൻ്റെ ഏതാ വന്നത്? 1 മാർക്കിൽ മോഷണൽ EMFൻ്റെ ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്. പിന്നെ വന്നത് 4 മാർക്കിൻ്റെ സെഷനിലാണ് നമ്മളെ സെൽഫ് ഇൻഡക്ഷൻ്റെ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്റ്റൻസും മക്കൾ ഒരു ശ്രദ്ധിക്കണം കേട്ടോ. അതിന് അവർ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതാണ് പെട്ടെന്ന് ആ ഒരു സമയമില്ലാ സമയത്തിനാണ് അപ്ലോഡ് ചെയ്തതാണ്. 2 കോയിൽസിൻ്റെയാണ് ഞാൻ സോളിനോയിഡാണ് ചെയ്തത്. അപ്പോൾ കോയിലിൻ്റെ കേസാണ്. ഓക്കെ, ഞാനത് വ്യക്തമായിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോയിലിൻ്റെ കേസാണ്. ബയോഡ് സാവാർഡിൽ അപ്ലൈ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ സോളിനോയിഡിൻ്റെ നമ്മൾ നോർമലിയുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 സോളിനോയിഡ്സ് ആണ്. അശ്രദ്ധകൾ ഓക്കെ ശരിക്കും വായിച്ചാൽ ആർക്കാണെങ്കിലും അത് വരും കേട്ടോ. ഓക്കെ, പിന്നെ 4 മാർക്കിൻ്റെ സെഷനിൽ പിന്നെ പറഞ്ഞ ആ ഒരു സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിൽസ് ആണ്, നോട്ട് സോളിനോയിഡ്സ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അത് മെൻഷൻ ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. ആ സംഭവം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ 5 മാർക്കാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ നോർമലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ സ്കീം ഓഫ് വർക്കിൽ കൊടുത്തത് 4 മാർക്കായിരുന്നു. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ AC-യിൽ 2 മാർക്കിൻ്റെ സെഷനിൽ AC വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറണ്ടിൻ്റെ കേസ് അല്ലേ, IRMS കണ്ടുപിടിക്കേണ്ട ആ ക്വസ്റ്റ്യൻ ആണോ AC-യിൽ? അല്ല സോറി, മറ്റേത് NS/NP = ആ ടേൺസ് കണ്ടുപിടിക്കേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2 മാർക്കിൻ്റെ സെഷനിൽ. പിന്നെ 3 മാർക്കിൻ്റെ സെഷനിലാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു കറണ്ട് കണ്ടുപിടിക്കുന്ന കാര്യം. 3 മാർക്കിൻ്റെ സെഷൻ ചെക്ക് ചെയ്യട്ടോ. 3 മാർക്കിൻ്റെ സെഷനിൽ AC-യിൽ 3 മാർക്കിൻ്റെ സെഷനിൽ വന്നിട്ടില്ലല്ലോ. AC എടാ 5 മാർക്കാണ്. AC-യിൽ 5 മാർക്ക്. നമ്മൾ കറണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു 5 മാർക്കിനാണ് സോറി. ഓക്കെ, ടോട്ടൽ 7 മാർക്കാണ് വന്നത്. അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നോർമലി 7th ചാപ്റ്റർ എപ്പോഴും 7 മാർക്ക് തന്നെയാണ് വരാറുള്ളത്. സ്കീം ഓഫ് വർക്കിലുള്ളത് 4 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അത് ഓർ ക്വസ്റ്റ്യൻസിനനുസരിച്ച് മാറും കേട്ടോ. ഞാൻ ജസ്റ്റ് സ്കീം ഓഫ് വർക്കിലുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇപ്പോഴത്തെ എക്സാമിനനുസരിച്ച് പഠിച്ചാൽ മതി, പണ്ടത്തെ അറിയണമെന്നില്ല. നമ്മൾ ഈ ഒരു ഏകദേശം ഇത് വെച്ചിട്ട് തന്നെ പഠിക്കുക. പബ്ലിക് എക്സാം ഈ ഒരു വെയിറ്റേജ് മാക്സിമം ചെറിയ വേരിയേഷൻ വരും, ചെറിയൊരു വേരിയേഷനൊക്കെ വരാം. അതൊന്നും കറക്റ്റ് ഒന്നും വരാൻ പറ്റില്ല, അങ്ങോട്ടും കൂടി ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അതുകൂടി മനസ്സിലാക്കിയിട്ടൊന്ന് പഠിക്കുക. 8ാമത്തെ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു മക്കൾ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഭാഗം വന്നു. പിന്നെ വന്നത് 2 മാർക്കിൻ്റെ സെഷനിലാണ് നമ്മളെ റേഡിയോ വേവ്സും ഇൻഫ്രാറെഡും ആൻസർ ആയിട്ട് വരുന്നില്ല, സെല്ലുലാർ ഫോൺസും റിമോട്ട് സ്വിച്ചും. അങ്ങനെ ടോട്ടൽ 3 മാർക്കാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ സ്കീം ഓഫ് വർക്കിലും കറക്റ്റ് 3 മാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ 9ാമത്തെ ചാപ്റ്റർ നമ്മൾ കടലായിട്ടുള്ള റേ ഒപ്റ്റിക്സ് 1 മാർക്കിൻ്റെ സെഷനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റേ ഒപ്റ്റിക്സ് 1 മാർക്കിൽ നമ്മൾ പവറിൻ്റെ കോംബോയുമായി ബന്ധപ്പെട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. പിന്നെ വന്നത് 4 മാർക്കിൻ്റെ സെഷനിലാണ്. 5 മാർക്കിന് വന്നത് ഓർമ്മയുണ്ട്, പെട്ടെന്ന് എഴുതാം, പ്രിസാണ്. 4 മാർക്കിന് വന്ന് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മാർക്കിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു ഭാഗം, കോമ്പൗണ്ടും മൈക്രോസ്കോപ്പിൻ്റെ ഡയഗ്രാം വരയ്ക്കാനും ടെലസ്കോപ്പിൻ്റെ പ്രോബ്ലം. അപ്പോൾ 1 + 4 + 5 ആണ് ടോട്ടൽ 10 മാർക്ക് റേ ഒപ്റ്റിക്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സ്കീം ഓഫ് വർക്കിൽ 8 മാർക്കിൻ്റെ അടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിൽ 2 മാർക്കിൻ്റെ സെഷനിൽ വേവ് ഒപ്റ്റിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ സെഷനിൽ വന്നത് 2 മാർക്കിൻ്റെ സെഷനിൽ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട് 2 മാർക്കിൽ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവിൻ്റെയും കണ്ടീഷൻ വന്ന കേസ്. പിന്നെ വന്നത് ലോ ഓഫ് റിഫ്രാക്ഷൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. ലോ ഓഫ് റിഫ്ലക്ഷൻ വന്നത് 3 മാർക്കിനാണ്. ടോട്ടൽ 5 മാർക്ക് ഈ 2 ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. ഓക്കെ, സ്കീം ഓഫ് വർക്കിലുള്ളത് 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ഒരു നെക്സ്റ്റ് 5 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഇപ്രാവശ്യം എക്സാമിന് വന്നതും സ്കീം ഓഫ് വർക്കിലുള്ളതും ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ. ഇനി ലാസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് ഡുവൽ, ആറ്റംസ്, ന്യൂക്ലി ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വെയിറ്റേജ് വന്നത്? വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്. അതിൽ നോർമലി 3 മാർക്കാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ,
11ാമത്തെ ചാപ്റ്റർ, 12, 13 ആൻഡ് ഫൈനലി 14, 14ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 11ാമത്തെ ചാപ്റ്റർ ഇത് ഡുവൽ നേച്ചറിൽ നിന്ന് ഒരേ ഒരു ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സീഷൻ മെറ്റൽ പറഞ്ഞ 3 മാർക്ക്. ഓക്കെ, സ്കീം ഓഫ് വർക്കുകളിലുള്ളത് 3 മാർക്ക് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ് അത് വന്നത്. ദെൻ 12ാമത്തെ ചാപ്റ്റർ ആറ്റംസ് ആണ്. ആറ്റംസിൽ 1 മാർക്കിൻ്റെ സെഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ അയോണൈസേഷൻ എനർജി ചോദിച്ചത് 1 മാർക്കിന് വന്നു. പിന്നെ വന്നത് 2 മാർക്കിന് വന്നിട്ടുണ്ട്. 2 മാർക്കിന് വന്നത് ഏതാണ്? 2 മാർക്കിന് ആറ്റംസിൽ നിന്ന് വന്നത് കോണ്ടൈസേഷൻ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഡി ബ്രോഗ്ലിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് നോർമലി നേരെ തിരിച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്. വേവ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടൽ 3 മാർക്കാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സ്കീം ഓഫ് വർക്കിലുള്ളത് അറൗണ്ട് 2 മാർക്കിൻ്റെ അടുത്താണ് സ്കീം ഓഫ് വർക്കിൽ കൊടുത്തത്. 13ാമത്തെ ചാപ്റ്റർ ന്യൂക്ലിയർ. ആറ്റംസിൻ്റെ അതേപോലെ തന്നെയാണ് ന്യൂക്ലിയർ ചോദിക്കാറുള്ളത്. അങ്ങനെ തന്നെ ഇപ്രാവശ്യം വന്നു. ഫസ്റ്റ് 1 മാർക്കിൻ്റെ സെഷനിൽ വന്നു. 1 മാർക്കിൻ്റെ സെഷനിൽ ഏത് കോൺസെപ്റ്റാണ് വന്നത്? മറ്റേ റേഡിയസ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്. പിന്നെ 2 മാർക്കിൻ്റെ സെഷനിൽ നമ്മൾ മാസ് ഡിഫക്റ്റ് ബൈൻഡിങ് എനർജിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വന്നു. 3 മാർക്ക് സ്കീം ഓഫ് വർക്കിൽ 3 മാർക്ക് കറക്റ്റ് തന്നെയാണുള്ളത്. ദെൻ 14ാമത്തെ ചാപ്റ്റർ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടറിൽ ഒരേ ഒരു ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. അതാണ് ഫുൾ വേവ്. ഒറ്റ ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ, ഫുൾ വേവ് റെക്ടിഫയർ. സ്കീം ഓഫ് വർക്കിൽ 4 മാർക്കോളം ചോദിക്കാം എന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വെയിറ്റേജസ് ആണ് ഇന്നത്തെ +2 ഫിസിക്സിൻ്റെ മോഡൽ എക്സാം 2025 വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റേജ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്റർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നത് ഏത് ചാപ്റ്ററാണ്? റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിൽ 10 മാർക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1+4+5 10 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേവ് ഒപ്റ്റിക്സ് ആണെങ്കിൽ 5 മാർക്ക്. അപ്പോൾ ഇതായിരുന്നു ടോട്ടൽ വെയിറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഓവറോൾ എല്ലാം കൂടി ഇന്ന് വന്നതും കൂടി ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ടൈം കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടി നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, നമുക്ക് ഓരോന്നും വെയിറ്റേജ് ഇങ്ങനെ എഴുതി കൊടുക്കാം. 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇന്നത്തെ എക്സാമിന് വന്ന വെയിറ്റേജ് 9 മാർക്കാണ്. 2ാമത്തെ ചാപ്റ്ററിൽ വന്നത് 8 മാർക്കാണ്. 3ാമത്തെ ചാപ്റ്ററിൽ 6 മാർക്ക്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മൂവിങ് ചാർജസിൽ 8 മാർക്ക്. മാഗ്നറ്റിസമായിട്ട് മാറ്ററിലും EMIയിലും 5 മാർക്ക് വീതമാണ് വന്നത്. AC-യിൽ 7 മാർക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. 7th ചാപ്റ്ററിൽ 7 മാർക്ക്. 7ാമത്തെ ചാപ്റ്ററിൽ 7 മാർക്ക് തന്നെയാണെന്നാണ് പറയുക. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ 3 മാർക്കോളം വന്ന്. പിന്നെ റേ ഒപ്റ്റിക്സിൽ 10 മാർക്ക് വന്നു. വേവ് ഒപ്റ്റിക്സിൽ 5 മാർക്കാണ് വന്നത്. ഡുവലിൽ 3 മാർക്ക്. ആറ്റംസിൽ 3 മാർക്ക്. എല്ലാം ഒരേപോലെ തന്നെയാണ്. ന്യൂക്ലിയറിൽ 3 മാർക്ക്. സെമി കണ്ടക്ടറിൽ 3 മാർക്ക്. ഇങ്ങനെയാണ് ഇന്നത്തെ എക്സാം. ഏതാ എക്സാം? 2025 +2 ഫിസിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് ഇങ്ങനെയാണ്. ഇതിൻ്റെ അടുത്ത് വളരെ ഒരു മൈന്യൂട്ട് മാറ്റങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാണ്ട് പബ്ലിക് എക്സാമിന്. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കാൻ നോക്കുക. എന്ത് സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.